യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കാവൻ യോഗ്യനല്ലോ. ഓ പുകഴ്ത്തിടാം അവൻ യേശുവിനെ, ഓ ക്രൂശിലെ ജയാളിയെ. അവൻ സ്തുതിച്ചിടാം യേശുവിനെ, അവൻ സ്തുതിക്കാവൻ യോഗ്യനല്ലോ. ഓ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. അവൻ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. അവൻ വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. അവൻ ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. ചേർന്ന് പാടാം വിശ്വാസത്തോടെ. വിശ്വസിക്കാം അവൻ യേശുവിനെ, ഓ ഏകരക്ഷകനെ. ഓ ഏറ്റുപറയാം അവൻ യേശുവിനെ, ഓ കർത്താദി കർത്താവിനെ. ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഓ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. ഓ സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. ഓ സ്നേഹിച്ചിടാം ഓ യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. ഓ സേവിച്ചിടാം യേശുവിനെ, ഓ ഇന്നുമെന്നും അനന്യനെ. അവൻ ആരാധിക്കാം ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. യേശുവിനെ സത്യസുവിശേഷത്തെ, ഓ നോക്കി പാർക്കാം യേശുവിനെ, ഓ വീണ്ടും വരുന്നവനെ. ഓ ഘോഷിച്ചിടാം യേശുവിനെ, ആമേൻ സത്യസുവിശേഷത്തെ. ഓ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. അവൻ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. ഓ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിൽ ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. എഴുന്നള്ളുന്ന യേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന് ശക്തിയെ തകർത്തിടുവാൻ. ആമേൻ. എഴുന്നള്ളുന്ന യേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന് ശക്തിയെ തകർത്തിടുവാൻ. ആമേൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി
രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം വിശ്വാസത്തോടെ ബന്ധനമെല്ലാം ആമേൻ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ആമേൻ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ. ആമേൻ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുവേ. ഓ തുറന്നിടുവാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്ക്. ആമേൻ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുവേ. ആമേൻ. തുറന്നിടുവാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്ക്. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. ഭാരതലവൈരവ യേശുവേ വന്നു വാഴണമേ. ആത്മാവ് കഴിഞ്ഞ ആഴ്ച ഇടപെട്ട് തുടങ്ങിയ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇട്ട ഒരു വചനം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗം തന്നെ വീണ്ടും ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുക. I'd like to touch on a topic that the Lord put in my spirit last week. We touched on it last week, and that is what we are going to. പലപ്പോഴും നമ്മുടെ മേൽ പകരപ്പെട്ടത് എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. Many times we do not know what has been imparted to us. പലപ്പോഴും നമ്മളിൽ ദൈവം ഓൾറെഡി ചെയ്തത് എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. Many times we are not aware of what God has already done. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്. That is what I talked about last week, an experience that I had. 2.5 മാസം ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. For over 2.5 months I'm praying about a certain issue. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല. And I'm praying about it, I'm not receiving a പക്ഷേ solution. 2.5 മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ദൈവം ഒരു വചനം എൻ്റെ മേൽ ഇട്ടു തന്നു. But after 2.5 months, last Monday God put a word into my ആ spirit. വചനം എൻ്റെ മേൽ വെളിപ്പെട്ടതോടുകൂടെ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയായി. And as soon as that word was manifested in my life, I received a breakthrough from that. ആ വചനം കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. That is the word that we touched on last week. റോമലേഖനം 8 അധ്യായം 1-2 വാക്യങ്ങൾ. Romans chapter 8 verse 1 and 2. അത് അറിയാവുന്നവരെന്ന് പറഞ്ഞേ. For those of you that say it, know it, can you say it? പറഞ്ഞോ. അറിയാവുന്നത് പറഞ്ഞു. There is therefore now no condemnation to them who are in Christ Jesus. ക്രിസ്തുവിലുള്ളവരെന്ന് കരപൊക്കി ഉയർത്തിക്കാട്ടെ. For those of you that are in Christ, can you lift your hands? ക്രിസ്തുവിലാണ് ഞാനെന്ന് ബോധ്യമുള്ളവർ കർത്താവ് നന്ദി പറഞ്ഞു. Can you thank the Lord if you are aware that you are in Christ? ശരിക്കും കരം ഉയർത്തണം. ഞാൻ ക്രിസ്തുവിലാണെന്ന് അകത്ത് ബോധ്യമുള്ളവർ കർത്താവിന് നന്ദി പറഞ്ഞു. Can you lift your hands properly if you are aware that you are in Christ? അങ്ങനെയുള്ളവരോട് വചനം പറയുന്നത് there is now no condemnation. God is speaking to people like you, saying that there is now no more condemnation. രണ്ടാം വാക്യം Verse 2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് the law of the spirit of life in Christ Jesus. അപ്പോൾ അതൊന്ന് പറഞ്ഞേ. Can we say it together? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മൂലഭാഷ കൊടുത്തിരിക്കുന്ന പദം മോനെ ആ ഫ്ലയറിന്റെ അകത്തുണ്ട് റുവാഖ് ഹഖദോഷ് എന്നാണ് പറയുന്നത്. In its original rendering, that word, the law of the spirit of life, is the word Ruach HaKadosh. അപ്പോൾ ആ വാക്ക് കേട്ടപ്പോൾ ചിലർ ചോദിച്ചു അതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. So last week when we talked about that, many times people said that they didn't know what that meant. The law of spirit of life എന്നതിന്റെ അർത്ഥം. It means the law of the spirit of life. ജീവൻ നോക്കിയേ, the law of spirit of life in Christ Jesus. അപ്പം ക്രിസ്തുവിലുള്ള ഒരുവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പ്രമാണമുണ്ട്.
So there is a law that works within someone that is in Christ. ആ പ്രമാണത്തിന്റെ പേരാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. And the name of that law is the law of the Spirit of life. ഇത് നാം തിരിച്ചറിയാൻ തുടങ്ങിയാൽ, Once we begin to understand that, ഇത് നമ്മൾ ആക്ടിവേറ്റ്, തിരിച്ചറിവുകളാണ് ഈ കാര്യങ്ങൾ ആക്ടിവേറ്റഡ് ആക്കുന്നത്. it is your awareness of it that activates it. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പറഞ്ഞത്, ഇത് അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുക. That's why Paul, when he prayed, he said, I pray that I may know. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയണം. You have to know the power that works within you. നമ്മളെ ആക്കി വെച്ചത് എവിടാന്ന് നിങ്ങൾ അറിയണം. You should know where God has seated you. അപ്പൊ ഈ അറിവില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾക്കകത്ത് ഡൗൺ ആയി പോകും. So if you have no understanding, you will be down in your problems. നമ്മൾ വ്യാപരിക്കുന്ന ഒരു പ്രമാണം, അത് മരണത്തിന്റെ പ്രമാണമല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണെന്ന് അകത്തൊരു തിരിച്ചറിവ് വന്നാൽ നീ ഏതു വിഷയത്തെയും ആത്മാവിൽ ചാടിക്കടക്കും. But if you have that awareness that the law that works within you is not the law of sin or death, it is a law of the Spirit of life, you will conquer in your problems. ഒരാമേൻ പറഞ്ഞേ. Can we say amen? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, The law of sin and death. എല്ലാ വിഷയത്തിനും കാരണം ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ പ്രശ്നമാണ്. The reason for every problem we face is what started in the Garden of ഞാനത് Eden. ഓടിച്ചൊന്ന് തൊട്ടതാണ്. We rushed through that last week. തിന്നരുതെന്ന് പറഞ്ഞ കാര്യം തിന്നു. They ate something they were told to not eat. കർത്താവ് പറഞ്ഞു, തിന്നാൽ നീ മരിക്കും. God said the day you eat it, you will die. അപ്പൊ പ്രമാണം എവിടെ തുടങ്ങി? So where did the law start? പാപം ചെയ്തു, മരണത്തിന്റെ ശക്തി ആക്ടിവേറ്റഡ് ആയി. They sinned and the law of death was activated. മനുഷ്യൻ ശാപത്തിന് കീഴിലായി പോയി. Men submitted to death. പിന്നത്തേതിൽ മോശ മുഖാന്തരം ദൈവം ന്യായപ്രമാണം നൽകി. Then later on God delivered the covenant to Moses. ന്യായപ്രമാണം വിഷയങ്ങൾക്ക് പരിഹാരമായില്ല. The commandments were not a solution to problems. പക്ഷെ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് ശരിക്കും ന്യായപ്രമാണം വെളിപ്പെടുത്തി. But it highlighted the problem of man through the commandments. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വായിക്കുന്നത് ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുന്ന ശിശുപാലകനാണ്. That's why the New Testament says that the commandments were what was the schoolmaster that led people to Christ. അതുകൊണ്ട് ഈ റോമാലേഖനം 5, 6, 7, 8 അധ്യായങ്ങൾ നമ്മൾ ഇരുന്ന് ധ്യാനിച്ച് പഠിക്കണം. That's why you have to properly meditate on Romans chapters 5, 6, 7, 8. അധ്യായം നോക്കി ഇതൊന്ന് തൊട്ടുവിട്ടതാണ്, ഓടിച്ചെന്ന് ആ കഴിഞ്ഞ ആഴ്ച തൊട്ടൊന്ന് ഓടിച്ചു വിട്ടാ ചിന്തി രാത്രി ദൂത് പറയാനുണ്ട് എന്റെ കയ്യിൽ. We'll read through Romans chapter 5 quickly and we'll get into what God has put into my അഞ്ചാം spirit. അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ പാപം, നാം ചെയ്ത പാപം, സിൻസ് വി കമ്മിറ്റഡ്, അതിനൊരു പരിഹാരം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. Romans chapter 5 talks about a solution to the problem, to the sins that we have committed. We are justified. Amen. നമുക്ക് നീതീകരണം കർത്താവ് തന്നു വിശ്വാസത്താൽ. God by faith gave us justification. ദൈവത്തോട് സമാധാനം ലഭ്യമായി. We received peace unto God. We got access to that remarkable grace. Amen. ആമേൻ, ഹല്ലേലൂയ. പിന്നത്തെ പൗലോസ് പറയുകയാണ്, നമ്മുടെ സഫറിങ്സിന് പുതിയൊരു മീനിങ് വന്നു. Paul later said that there is a different definition to your sufferings. സഫറിങ്ങിന് സാധാരണ കഷ്ടത അല്ലെങ്കിൽ ഇത് നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് ലോകം ഡെഫിനിഷൻ പറയുമ്പോൾ, ക്രിസ്തുവിലായ ഒരുവന് പുതിയൊരു ഡെഫിനിഷനാണ്. ഇത് നിനക്ക് പ്രത്യാശ തരികയാണ്, ഇത് നിനക്ക് പുതിയ അർത്ഥത്തിൽ സഫറിങ്ങിന് പുതിയ ഡെഫിനിഷനായി. The definition of sufferings to someone that is in the world is always tribulation and destruction, but for someone that is in Christ, that suffering brings you glory. അതേ അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, we are saved from the wrath of God. In that same chapter Paul says that we are saved from the wrath of God. ആമേൻ. അതേ അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, we were enemies, now reconciled to God. Amen. ആമേൻ. നോക്കിയേ, ദൈവമായിട്ട് നാം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്ന പാപങ്ങൾക്കൊരു പരിഹാരം 5-ാം അധ്യായത്തിൽ അത് കാണിക്കുന്നുണ്ട്. Chapter 5 talks about a problem to the sins that came about in our lives. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇതെല്ലാം 5-ാം അധ്യായത്തിൽ പറയുന്നതാ. This is all talking about it in this chapter. പക്ഷേ ഏകന്റെ പ്രവൃത്തിയാൽ ഏകൻ മുഖാന്തരം അനേകർ പാപികളായതുപോലെ ഏകൻ നിമിത്തവും അനേകർ നീതിമാന്മാരായി മാറും. Just as through one sin came about in the world, through the same one the whole world was saved. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പാപത്തിന്റെ റൂട്ടിനെ ആത്മാവിൽ പിടിക്കുക. In chapter 6 Paul talks about the root of sin. 5-ാം അധ്യായത്തിൽ since we committed,
In chapter 5, it talks about the sins we've committed, അതിന് യേശുവിന്റെ രക്തത്താൽ പരിഹാരം. and that is the solution. The solution to that is the blood of Christ. ആറാം അധ്യായത്തിൽ വരുമ്പോൾ When it comes to chapter 6, the principle of sin that is operating in us, നമ്മൾ വ്യാപരിക്കുന്ന ഒരു പാപത്തിന്റെ പ്രമാണം അത് നമ്മെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക. the law of sin and death brings you unto submission to death. റോമർ 6:7. Romans chapter 6 verse 7. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം അപ്പൊ നോക്കേ, അവൻ പാപത്തിന്റെ പ്രമാണം നമ്മൾ വ്യാപരിച്ച പാപത്തിന്റെ പ്രിൻസിപ്പിളിന് ഒരു വിമോചനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. എന്താ അതിന് പരിഹാരം? മരിച്ചവൻ. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. അപ്പൊ 6-ാം അധ്യായത്തിൽ നമ്മുടെ മരണം നടക്കുക. So in chapter 6 verse 7 it talks about a solution to your sins, that through death, അതാ സ്നാനം. that is baptism. അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് നാം ഏകീഭവിച്ച സ്നാനത്താൽ, Through his death, burial and resurrection, you become one with him through baptism. അപ്പൊ നമ്മൾ വ്യാപരിച്ച സിൻ പ്രിൻസിപ്പിളിന്റെ അതൊരു വിടുതൽ കിട്ടുക. And so that same principle is what gave us the ഇനി deliverance. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When it comes to chapter 7, ന്യായപ്രമാണത്തെ പൗലോസ് കൈകാര്യം ചെയ്യുക. Paul handles the new grace. ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും, അപ്പൊ മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ മനുഷ്യന്റെ മരണത്തോടുകൂടെയാണ് ന്യായപ്രമാണത്തിന് വിമോചനം. So it is through the death of man that they received freedom from sin. ആ മരണം എവിടെ നടന്നു? And where did that death happen? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ഇച്ചിരി പാടാ പൗലോസിന്റെ കാര്യങ്ങൾ, പൗലോസിന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ. Are you with me? Because some of the things that Paul talks about is difficult to 6-ാം understand. അധ്യായത്തിൽ അതൊരു മരണം നടന്നു. In chapter 6 a death happens. പൗലോസിന്റെ വിശദീകരണം 7-ാം അധ്യായത്തിൽ പറയുന്നത്. And Paul explains that in chapter 7. വായിച്ചേ. മനുഷ്യൻ ന്യായപ്രമാണം അറിയുന്നവരല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യനോ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 2-ാം വാക്യം. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പൗലോസ് ഉദാഹരണം പറയുകയാണ്, കുടുംബജീവിതത്തെ എടുത്തുവെച്ച് പറയുകയാണ്. ഭർത്താവുള്ള സ്ത്രീ ആമേൻ കുടുംബജീവിതത്തിന്റെ പ്രമാണത്താൽ ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളാണ്. അപ്പൊ അവൾക്ക് അതിന്റെ അകത്ത് നിന്ന് വിമോചനം കിട്ടണമെങ്കിൽ ഭർത്താവ് മരിച്ചെങ്ങനെയൊക്കെ തൊള്ളൂ. So for a wife to be delivered from her marriage, it has to be only when her husband dies. അടുത്ത വാക്യം വായിച്ചേ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ. അടുത്ത വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. ഇനി നോക്കേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. മരിക്കുമെന്നല്ല, മരിച്ചിരിക്കുന്നു. It is not that you will die, you have already died. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? ന്യായപ്രമാണം എന്ന ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം നാം മരിച്ചു. The husband being law, through Christ Jesus we were dead to it. ആ മരണം എന്തിനു വേണ്ടി? 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 7:6. ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. കണ്ടോ സ്തോത്രം. ഇവിടെ ഒരു തിരിവ് പരിശുദ്ധാത്മാവിൽ പൗലോസ് വെക്കുക. എന്തിനാ നീ ന്യായപ്രമാണം സംബന്ധിച്ച് കല്ലിൽ അക്ഷരമായി കൊത്തിയ പ്രമാണം ജീവൻ പകരാൻ കഴിയാതിരുന്നിടത്ത് ന്യായപ്രമാണ സംബന്ധമാ നീ മരിച്ചത്? അവൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ. So at a time when the oldness of the letter could not give you freedom from law, the newness of the spirit, you died and you received the newness of the spirit. വാക്യം അങ്ങനെയല്ലേ വായിച്ചിരിക്കുന്നത്? ആത്മാവിന്റെ പുതുക്കത്തിൽ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിന് ഒഴിവുള്ളവരായി മാറി. That we should serve in the newness of the spirit, we were delivered from the law. ഇനി 25-ാം വാക്യം വായിച്ചേ. 7-ന്റെ verse 25. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് 23 മുതൽ 24, 25 3 വാക്യം വായിച്ചാൽ. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോടൊപ്പം നമ്മുടെ ശരീരത്തെ പാപത്തിന്റെ പ്രവൃത്തിക്ക് ലഭ്യമാകണമെങ്കിൽ ആദ്യം പിശാച് അറ്റാക്ക് ചെയ്യുന്ന മനസ്സിനെയാണ്.
So for the devil to start working through you and to start using your body, he at first attacks your mind. എന്റെ കരത്തെ ഒരു പാപത്തിന്റെ പ്രവൃത്തിക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്റെ മനസ്സിനെ ആദ്യം സ്വാധീനിക്കണം. So for my hand to be used for the works of sin, the devil first has to influence your mind. അതാ പൗലോസ് പറഞ്ഞത് എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പ്രമാണം. That is why the Apostle Paul says that it's a war against the law of your mind. അതെന്റെ അവയവങ്ങളിലുള്ള പാപത്തിൽ നിന്ന് എന്നെ പാപപ്രമാണത്തിൽ എന്നെ ബദ്ധനാക്കി കളയുന്നു. അടുത്ത വാക്യം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നോക്കിയേ, പൗലോസ് ന്യായപ്രമാണത്തിലുള്ള വിടുതലിനെയാണ് 7-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. Paul explains the deliverance from the law in chapter 7. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? ഇനി അടുത്ത വാക്യം വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം 25-ാം വാക്യം മീഡിയ. I thank God through Jesus Christ our Lord. നോക്കിയേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചടക്കിയിരുന്ന ഒരു പാപത്തിന്റെ പ്രമാണത്തെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് ആര് മുഖാന്തരം സ്വാതന്ത്ര്യം കിട്ടി? യേശു മുഖാന്തരം സ്വാതന്ത്ര്യം കിട്ടി. In other words, through Jesus Christ I received freedom from the law that brought me sin and death. എന്നോട് വരുന്നുണ്ടോ നിങ്ങള്? Are you flowing with me? ഇനിയുമാണ് 8-ാം അധ്യായം 1-ാം വാക്യം പൗലോസ് പറയുന്നത്. Now that's when Paul talks about in chapter 8 verse. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. Therefore there is now no condemnation to them that are in Christ Jesus. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി. I have received freedom by Jesus Christ from the law of sin and എന്നിട്ട് death. പൗലോസ് പറഞ്ഞ പദം ശ്രദ്ധിച്ചേ, ഇപ്പൊ എന്നെ വ്യാപരിക്കുന്നത് പുതിയൊരു പ്രമാണമാണ്. Then notice what Paul says, that the law that works in me now is a new law. ഇന്ന് രാത്രി ദൂത് പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോളൂ. Pay attention to what the നമ്മൾ Spirit is saying. വ്യാപരിക്കുന്ന ഈ പുതിയ പ്രമാണം എന്ന് പറ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതിന്റെ ഫംഗ്ഷനിങ് നാം തിരിച്ചറിയ തുടങ്ങിയാൽ നാം സാധാരണ നിലവാരത്തിൽ പിന്നെ തുടരത്തില്ല. You will no longer walk as an ordinary man if you understand the functionalities of this new law. ഇന്ന് രാത്രി ക്രിസ്തുവിനാണ് ഈ ബോധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ പുതിയ പ്രമാണമാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. If you are in Christ Jesus, it is this new law that is working within you. അടിമത്തത്തിൽ തുടരുന്ന ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം. Christian life is not a life where you walk in slavery. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അകത്തു വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം പിന്നെ അടിമത്തത്തിലായിരിക്കത്തില്ല. ഏത് വിഷയമാണോ നിന്റെ മുമ്പിൽ ശത്രു കൊണ്ടുവരുന്നത്, നീ അതിനെ ആത്മാവിൽ ജയിച്ചിരിക്കും. If you walk in the law of the spirit of life, it will no longer be, you are no longer under slavery, but you are walking as a conqueror in Christ Jesus. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ കാര്യം? Do you understand this? ഈ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. Abraham said something. ഒന്ന് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വന്നേ. John chapter 8 58-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. verse 15. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് മുമ്പിലത്തെ വാക്യം, അതിന് 56-ാം വാക്യം വായിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. നോക്കേ, അബ്രഹാം ഈ ദിവസം എന്ന് പറഞ്ഞാൽ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. ഇംഗ്ലീഷ് യുവർ ഫാദർ അബ്രഹാം റിജോയ്സ് ടു സീ മൈ ഡേ എന്ന് പറഞ്ഞാൽ അബ്രഹാം ഈ സീസൺ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞാൽ ആത്മപ്രമാണത്തിൽ ക്രിസ്തുയേശു മുഖാന്തരം ലഭ്യമായ ഈ ആത്മപ്രമാണത്തിൽ നടക്കുന്ന ഒരു തലമുറയുടെ സീസൺ കാണാൻ ഉള്ളിൽ ആഗ്രഹിച്ചെന്ന്. In other words, Abraham in his heart he desired to see a generation that was walking in the law of life. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണേ, Can you pay attention? നമ്മൾ വ്യാപരിക്കുന്ന പുതിയ പ്രമാണം. It is a new law that works within us. നിന്റെ മുമ്പിൽ ഇനി 1000 മന്ത്രവാദി നിന്ന് നിനക്ക് എതിരെ ആഭിചാരം ചെയ്താലും നീ ആത്മപ്രമാണത്തിലാ സഞ്ചരിക്കുന്നതെങ്കിൽ അവയ്ക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ അതിന് മേളിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ അത് പറയുമ്പോൾ നിനക്കെതിരെ എത്ര വലിയ ബന്ധനങ്ങൾ പൈശാചിക ലോകം പ്രോഗ്രാം ചെയ്തതാണെങ്കിലും ഇന്ന് രാത്രി ആത്മാവിന്റെ പ്രമാണത്താൽ
അത് ചാരമായി മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In other words, if you are covered in the spirit of law, in the law of life, even if 1,000 witches stand before you to destroy you, nothing will come to pass if you walk in the power of the Lord, the spirit of life. അതാ പൗലോസ് 8-ാം വാക്യത്തിൽ പറഞ്ഞത്. That's why Paul talks about in Romans chapter 8 verse 2. എന്നിൽ വ്യാപരിക്കുന്ന പുതിയ പ്രമാണം, This new law that works within me. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life. ഈ ആ ജീവൻ എന്നുള്ള പദത്തിന് മൂലഭാഷയെ കൊടുത്തിരിക്കുന്ന പദം ചായീം എന്ന പദമാണ്. The word life there in its original rendering is the word chayim. ആ പദം ഉൽപ്പത്തി പുസ്തകം 2-ാം വാക്യത്തിന്റെ അകത്ത് സ്തോത്രം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. Then the Lord God formed a man from the dust of the ground and breathed into his nostrils the breath of life. സെയിം പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. It is the same word that is used there in Genesis chapter 1 ചായീം എന്ന പദമാണ്. It is the word chayim. യോഹന്നാൻ 10:10 അകത്ത് അതേ പദം കാണാൻ കഴിയുന്നുണ്ട്. John chapter 10 verse 10 mentions the same word. I have come that they may have life. കണ്ടോ? റോമാലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞ പദം മറക്കല്ലേ. Don't forget what Paul said in Romans chapter 8. നിന്നെ വ്യാപരിക്കുന്നത് മരണത്തിന്റെ പ്രമാണമല്ല. The law that works within you is not the law of death. മരണത്തിന്റെ ഏജൻസിക്ക് നിന്നെ മേൽ അത്വത്വമില്ല. No agency of death has power over you. ഈ പിശാചിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവൻ അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വന്നെന്നാ. Jesus speaks of the devil that he comes not but for to kill, for to steal, to kill and to destroy. യേശു വന്നെന്തിനാണെന്നറിയാമോ? Do you know what Jesus came for? ചായീം ആ പദം ഉപയോഗിച്ചേക്കുന്നത്. It is a word chayim that is used. ജീവൻ തരാൻ, അത് സമൃദ്ധമായി നിനക്ക് തരാൻ, to give you life and to give it to you more abundantly. ഇന്ന് രാത്രി ദൂത് നിന്റെ അകത്ത് പിടിച്ചാൽ, ഈ ദൂത് ഇന്ന് രാത്രി മനസ്സിലാക്കിയാൽ മരണശക്തികൾ നിന്നെ വിട്ട് ഇന്ന് രാത്രി അടിഞ്ഞു മാറിയിരിക്കും. If you can understand this word, no power of death can control you. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. മരണശക്തികൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറുമെന്ന്. Every power of death is being removed from your life. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ ജീവൻ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. The power of God, may the power of God be manifest. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, The power of the law of the spirit of life. അതിനെ അടിമത്തത്തെ കൊണ്ടുപോകുന്ന പ്രമാണമല്ല. That is not a law that brings you unto എല്ലാ slavery. അടിമത്തങ്ങളെ ജയിക്കാൻ നിന്നെ ശക്തീകരിക്കുന്ന പ്രമാണം. It is a law that brings you to victory over every other law. രാമൻ പറഞ്ഞ ഇന്ന് രാത്രി Can we say amen? ജീവൻ തരാൻ, സമർത്ഥമായ ജീവൻ തരാൻ. To give you life and to give it to you more abundantly. എബ്രായലേഖനത്തിനകത്ത് ആമേൻ എബ്രായലേഖന കർത്താവ് പറഞ്ഞ പദമുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാച്. കണ്ടോ? അവൻ മരണത്തിന്റെ അധികാരി ആരാ? അവൻ അതിന്റെ ഏജന്റാ. The devil is the agent of death. അപ്പൊ നമ്മുടെ ജീവിതത്തിനെതിരെ പിശാച് പ്രോഗ്രാം ചെയ്യുന്ന സകല വിഷയങ്ങളുടെ പിൻപിൽ ഒരു ദൗത്യമുണ്ട്, മരണം. So the one motive of anything the devil plans against your life is one thing, and that is death. പക്ഷേ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകത, But the peculiarity of someone that is in Christ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഇച്ഛായിമാണ്. what works within you is this chayim. എത്ര പിശാച് പ്രോഗ്രാം ചെയ്താലും No matter how much the devil plans you against you. will walk above that. നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? Are you with me? രാമൻ പറഞ്ഞേ. Can we say amen? അതുകൊണ്ട് യേശു പറഞ്ഞു, I am the way, truth and life. പൗലോസ് പറയുക, ഈ ലൈഫ് ഇപ്പം ക്രിസ്തു. അതൊരു യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ലൈഫ് എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ട് നാമുമായി കർത്താവ് കണക്ട് ചെയ്യുന്നുണ്ട് 14-5 അദ്ദേഹത്തിൻ്റെ അകത്ത്. That's why the Bible talks about in John chapter 14 verse 5 how Jesus lived and how that should be connected to the way we live. John chapter 14, 15, 16 ഈ 3 ചാപ്റ്റേഴ്സിന്റെ അകത്ത് വായിക്കേണ്ട കർത്താവിന്റെ ലൈഫ് എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തുക. In these 3 chapters Jesus talked about the kind of life that he lived. യേശു പറയുകയാണ്, ഞാൻ പിതാവിലും, Jesus is saying that I am in the Father, പിതാവ് എന്നിലും, and the Father in me. എന്നതുപോലെ And just like that, നിങ്ങൾ എന്നിലും, you are in me,
ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ ഒക്കത്തില്ല കേട്ടോ. We can't measure this with our mind. ബുദ്ധി കൊണ്ട് ഈ കാര്യം ഒന്നും അളക്കാൻ നിൽക്കരുത്. You can't calculate this with your ഇത് mind. വിശ്വസിക്കുക. You have to believe it. നിങ്ങൾ എന്നിലും ഞാൻ പിതാവിലും. I am in, you are in me and I in the Father. ഈ ആ ഭാവമൊക്കെ ഞാൻ ഒരു വടിയുടെ കടന്നങ്ങ് വിശ്വസിക്കുക. I want to believe that. എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ആ ഗോഡ് ഫാമിലിയുടെ ഭാഗമാക്കി ദൈവം എന്നെ അങ്ങ് മാറ്റി. God has made me one of the God family of the Father, the Son and the Holy Spirit. ഈ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നേ. Let's come to 1 Corinthians chapter 15. അതിന്റെ 45-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Verse 45. ജീവനുള്ള ദേഹിയായി തീർന്നു. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. The last Adam was made a quickening spirit. മനസ്സിലാകുന്നുണ്ടോ? Do you understand this? ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായിരുന്നു. The first Adam was a living soul. പക്ഷേ ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തു And the last Adam, being Christ, ജീവിപ്പിക്കുന്ന ആത്മാവായി became a quickening spirit. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിന്നെ കുറിച്ചുള്ള അസൈൻമെന്റ് തീരാതെ ഒരു മരണശക്തിക്ക് നിന്നെ വിഴുങ്ങാൻ കഴിയത്തില്ല. That's why I said if the assignment upon you is death, it would never come to pass. ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈ ഭാഗം. We talked about the life of Apostle Paul last week. അടി കിട്ടാവുന്ന മാക്സിമം അടി കിട്ടി. He received as many beatings as he could have ever received. ഈ കല്ലെറിഞ്ഞിട്ട് പൗലോസ് മരിച്ചെന്നുള്ളത് എറിഞ്ഞവർ ചിന്തിച്ചു മരിച്ചെന്ന്. The people that stoned him thought he was dead. ആ കല്ലെറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കൊച്ചി കല്ലെറിഞ്ഞതല്ല, നല്ല വെട്ടുകല്ല് പോലത്തെ കല്ലെറിഞ്ഞ് ഇവൻ തീർന്നെന്ന് വിചാരിച്ചതാ. The kind of stoning, the kind of stones they used to throw at him, it was huge boulders. അകത്തു വ്യാപരിക്കുന്ന പ്രമാണം യവൻ കല്ലെറിഞ്ഞ തീരുന്ന പ്രമാണമല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായതുകൊണ്ട് അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, ശിഷ്യന്മാർ ചുറ്റിനും നിൽക്കുമ്പോൾ മരിച്ചെന്ന് ചിന്തിച്ചവൻ അവന്റെ നിയോഗം തീരാത്തത് കൊണ്ട് അവന്റെ നദിന്റെ നടുവിൽ എഴുന്നേറ്റ് പോയി. But the law that worked within him was not a law that was allowed him to die. That law gave him life even while the disciples were surrounding. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി പൗലോസിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചെങ്കിലും ഈ വെളിപ്പാടകത്ത് കത്തുന്നത് കൊണ്ട് ഒരു ശക്തിക്ക് തന്നെ കീഴടക്കാൻ കഴിഞ്ഞില്ല. Even though problems tormented Paul left and right, he was not moved by it because of the law. നീണ്ട നാളുകൾ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഭക്ഷണം കഴിക്കാതെ കരക്കെത്തുമോ എന്ന് ചിന്തിച്ച സീസൺ ഉണ്ടായി. There was a season in Paul's life where he did not see the sun or the moon. He did not eat and he did not even know if the boat will reach the other side of the shore. നമുക്കൊക്കെ 5-8 വിശ്വാസികൾ കൂടെ ഉണ്ട്, സ്വതന്ത്രം വരും. For us, if we were surrounded by a few other believers, we will be okay. 5-6 പേര് കൂടെ ഉണ്ട്, നമുക്ക് അന്യഭാഷ വരും. If we were surrounded by few people, we would be able to speak in ആ tongues. കപ്പലിൽ പൗലോസ് ഒരുത്തനേ ഉള്ളൂ. But in that boat, Paul was the only one. ബാക്കി 200 ചില്ലുവാനം ആളുകളിൽ വ്യാപരിക്കുന്ന ഒരു പ്രമാണമുണ്ട്, അത് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണമാ. അകത്ത് 200 ചില്ലുവാനം ആളുകളുടെ അകത്ത് ഒരുവൻ, ഹല്ലേലൂയ, അവന്റെ അകത്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിക്കുന്നത് കൊണ്ട് അവൻ അക്കരെ ചെല്ലത്തില്ലെന്ന് ആര് പറഞ്ഞാലും അവൻ അക്കരെ ചെന്നിരിക്കും. വ്യാപരിക്കുന്ന പ്രമാണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. ഒരു ശക്തിക്കും സമുദ്രത്തിന്റെ ശക്തിക്കും പൗലോസിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. The remaining 200 people that surrounded Paul were people that were walking in the law of death, but because of the law of the spirit of life that worked within Paul, he would never submit to the waves. ഈ പൗലോസിന്റെ അവസാന നിമിഷങ്ങളിൽ, in the last few moments of Paul, പൗലോസിന് അറിയാതെ മരിക്കാൻ പോവാന്ന്. Paul understood that he was about to die. ആണ് വിളി പൂർത്തീകരിച്ചു. That is because he fulfilled his calling. പൗലോസ് എന്നിട്ട് പറയാം, ഞാൻ നല്ല പോർ. And Paul says, I have fought the good fight. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? Do you understand this? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പ്രമാണത്തിന്റെ കരുത്തിത. This is the power of the law of the spirit of life that works within you. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of the spirit of life. ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം വായിച്ചേ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല, പ്രാകൃതം അത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാമത്തേത് പ്രാകൃതമാണ്, ആത്മീകം പിന്നത്തേതിൽ വന്നു.
ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ അവൻ നിന്നുള്ളവൻ. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്ന ക്രിസ്തു മണ്ണിൽ നിന്നുള്ളവനല്ല, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. So the living spirit being Christ is not made from dust or clay. It is he is from heaven. അടുത്ത വാക്യം. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. അടുത്ത വാക്യം. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയും. കണ്ടോടെ, നോക്കണമേ, അവൻ ഈ മണ്ണ് കൊണ്ട് അവസാനിക്കുമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ പൗലോസ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണി വെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. The Bible says, Paul says that in the moment, in the twinkling of an eye, we shall be changed. ആരെക്കുറിച്ചാ പറഞ്ഞെന്നറിയാമോ? Who is this talking about? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അകത്ത് വ്യാപരിക്കുന്നവനെ കുറിച്ച് പറയുക. The person that carries the law of the spirit of life within them. 6 അടി മണ്ണ് കൊണ്ട് നീ തീരുകയില്ല. You will not be finished within under 6 feet. കർത്താവ് ഇന്ന് രാത്രി വന്നാൽ അകത്ത് പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അകത്തു വ്യാപരിക്കുകയാണെങ്കിൽ കണ്ണി വെക്കുന്നതിനൊടിയിൽ നീ ഹല്ലേലൂയ രൂപാന്തരപ്പെട്ടിരിക്കും. If the law of the spirit of life works within you, in the twinkling of an eye, when Jesus comes in the clouds, you will be changed. കാഹളം ധ്വനിക്കും. The trumpet will be sound. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്ത വാക്യം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. 55 വാക്യം. ഹേ മരണമേ, എല്ലാവരും പദം ഉറക്കെ പറഞ്ഞ്, ഹേ മരണമേ, മരണത്തിന്റെ ശക്തിയെ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അടുത്ത പദം. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അടുത്ത വാക്യം. നമ്മുടെ കർത്താവായ യേശു റോമാലേഖനം 7-ാം അധ്യായം അവസാന വാക്യത്തിൽ പൗലോസ് പറഞ്ഞ അതേ പദം ഇവിടെ പൗലോസ് ആവർത്തിക്കുകയാണ്. താങ്ക്സ് ബി ടു ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എല്ലാവരും പദം ഒന്ന് ചേർന്ന് പറഞ്ഞ്, നമ്മുടെ കർത്താവായ, എന്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ഈ ജയം എങ്ങനെ ഉണ്ടാകുന്നറിയാമോ? അകത്തു വ്യാപരിക്കുന്ന ജീവന്റെ പ്രമാണത്താൽ. The law of the life of the spirit in Christ Jesus. Can we say it together? Thanks be to God which gives us victory through our Lord Jesus Christ. This victory comes by the law of the spirit of life that works within you. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? How many of you understand this? Hallelujah. റോമാലേഖനം 8-ാം അധ്യായം ശരിക്കും നമ്മൾ ധ്യാനിക്കുന്ന അധ്യായമാണ്. We should really properly meditate on Romans chapter 8. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ ശരിക്കുള്ള ഫംഗ്ഷനിങ് 8-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. The true functioning of the law of the spirit of life is mentioned in Romans chapter 8. ഞാൻ അന്നോടിച്ച് കഴിഞ്ഞ ആഴ്ച 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. We touched on it last week. ഇത് വിശദീകരിക്കണേ ഒത്തിരി സമയമാണ്. ഞാൻ ഓടിച്ച് ഈ കാര്യം പറഞ്ഞു നിർത്തുക. But we will run through that quickly. രാത്രി ദൈവമേനകത്ത് ദൂതരുടെ ദൂതിലേക്ക് കർത്താവ് അനുവദിച്ച് രാത്രി പോയി പ്രാർത്ഥിച്ചു നിർത്തണം. കർത്താവ് ആഗ്രഹിക്കുന്ന 8-ാം അധ്യായത്തിലേക്ക് വേഗം വന്നാട്ട്. Let's come to chapter 8. നിങ്ങൾ എന്റെ കൂടെ പെട്ടെന്ന് വരാമെന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഭാഗം ധ്യാനിച്ച് നിർത്താം. If you can come with me quickly, we'll be able to go through. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, no more condemnation. In chapter 8 verse 1 he says there is no more condemnation. ഈ പിശാച് ദൈവമക്കളെ ഒതുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് condemnation. The weapon that the devil uses to restrict the people of God is condemnation. ഈ ക്രിസ്തുവിലാണെങ്കിൽ, if you are in Christ, no more condemnation. there is no more condemnation. ഈ condemnation പിശാച് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ ആത്മാവിൽ എതിർക്കണം. When the devil brings condemnation, you must oppose that in the realm of the spirit. ഞാൻ എപ്പോഴും പറയുന്നത്, ഒരിക്കൽ നമ്മൾ നമ്മുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തന്നാൽ, I often say this, that when the Holy Spirit awakens you to your faults, once we confess it and renounce it, that's it. No more ആ വിഷയത്തിൽ പിന്നെ നീ കുറ്റബോധത്തിൽ തുടരേണ്ട കാര്യമില്ല. You should no longer walk in guilt of that once you have confessed your sins unto God. ഈ ഭാഗത്ത് ഒന്ന് വെക്കണേ, ദൈവാത്മാവ് ഈ ഭാഗത്ത് ആരോടോ ഇടപെടുന്നുണ്ട് രാത്രി. അവൻ ഒരിക്കൽ പലരും ഈ അൺനെസസറി കർത്താവേ ക്ഷമിക്കണേ. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അകത്ത് അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. I've seen so many people that are continuously saying, God, I'm sorry. എല്ലാ ആഴ്ചയിൽ എഴുന്നേറ്റ് സാക്ഷി
ഇവിടെ സാക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് സ്വത്രം സാക്ഷി അങ്ങനെയുള്ള ഒരു ചർച്ചിൽ ഞാൻ കണ്ടൊരു കാര്യം പറയുന്നത്. I've seen in many churches that have testimonies, they will always be standing up every week apologizing to God for their wrongdoings. ഞാൻ കുറവുള്ളവനാണ്, ഞാൻ തെറ്റുകാരനാണ്, I'm a sinner, I've made many mistakes. ആ വ്യക്തി കുറ്റബോധത്തിലാണ് തുടരുന്നത്. That person is living in guilt. നമ്മുടെ ജീവിതത്തിന്റെ അകത്തൊരു കുറവ് വന്നാൽ, വീഴ്ച വന്നാൽ, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യമാക്കി തരുമ്പോൾ തന്നാൽ അത് നാം ദൈവത്തെ കൺഫസ് ചെയ്ത് റിനൗൺസ് ചെയ്യണം. If you have made an error in your life and the Spirit of God awakens you to that, you should repent and confess it. നമ്മൾ റിപ്പന്റ് ചെയ്ത വിഷയം വചനം പറയുന്നത് ദൈവം അത് ഓർക്കുന്നില്ല. പിന്നെ the word of God says that after you have repented, God no longer remembers those. നാം പിന്നെ കുറ്റബോധത്തിലല്ല തുടരേണ്ടത്. You should no longer be walking in guilt after that. ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറയുക, condemnation, guilt, shame, it is not from God, it is from the enemy. ഈ മേഖലയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവർക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. People that are restricted within this realm cannot worship God freely. പൗലോസ് പറയുക, എന്നെ വ്യാപരിക്കുന്ന പുതിയ പ്രമാണമാണ്. Paul says it is this new law that works within me. No more condemnation. Amen. രാമേ പറഞ്ഞേ, Can we say amen? ഞാൻ ഷെയിമിലല്ല തുടരുന്നത്. I should not walk in shame. ശരിക്കും കുറ്റബോധത്തിൽ എല്ലാവരെക്കാളും കൂടുതൽ കുറ്റബോധത്തിൽ തുടരേണ്ട മനുഷ്യനാ പൗലോസ്. In reality, Paul was someone that should be walking in guilt more than anybody else. കാരണം പൗലോസ് പറഞ്ഞത് നിങ്ങളെല്ലാം ആ പാപികളിൽ ഞാൻ ഒന്നാമനാ. Because Paul said, out of all of these sinners, I am the greatest sinner. സ്തെഫാനോസിനെ കൊന്നുകളയാൻ അനുവാദം കൊടുത്ത മനുഷ്യനാ പൗലോസ്. Paul was a man that gave permission for the people to stone Stephen to death. ദൈവസഭയെ മുടിച്ചു കളയുന്ന കാര്യത്തിനകത്ത് ഒന്നാമനായിരുന്നു. He played the primary role in bringing the church of God to ശരിക്കും destruction. കുറ്റബോധത്തിൽ തുടരേണ്ട മനുഷ്യനാ പൗലോസ്. The biggest guilt should be held by Paul. പക്ഷേ പൗലോസ് പറയും, എന്നിൽ ഇപ്പം വ്യാപരിക്കുന്ന മരണത്തിന്റെ പ്രമാണമല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. No more condemnation. ഞാൻ ക്രിസ്തുവിലാണ്. But Paul says it is now the spirit of the law of life that works within me, so I do not walk in condemnation, I walk in life. ഒരാമേ പറഞ്ഞേ, Can we say amen? no more condemnation. രണ്ട് അധ്യായത്തിന്റെ അകത്ത് പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്. The law of the Spirit empowers us to fulfill God's righteous requirement. ദൈവത്തിന്റെ സകല നീതി നിവർത്തിക്കാൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മെ ശക്തീകരിക്കും. The power of God is, the grace of God is revealed through the law of the Spirit of life. എട്ടാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. Chapter 8 verse 5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത്. ആത്മാവിന്റെ പ്രമാണം അകത്തു വ്യാപരിക്കുന്നവൻ ആത്മാവിന്റെ മനസ്സാ. For the person that walks in the law of the Spirit within them, they have the mind of the Spirit. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? ആത്മപ്രമാണത്തിൽ നടക്കുന്നവന്റെ മനസ്സ് ജഡത്തിന്റെ മനസ്സല്ല, ആത്മാവിന്റെ മനസ്സാ. For someone that carries the law of the Spirit of life, it is not the mind of the flesh but the mind of the Spirit that works in them. മനസ്സിലായോ? Do you understand that? ആത്മാവിന്റെ മനസ്സ്, The mind of the Spirit. ആത്മാവിന്റെ മനസ്സിന്റെ പ്രത്യേകത പൗലോസ് അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. The Bible Paul talks in the same chapter about the peculiarities of the mind of the Spirit. Actively in relation to God. രണ്ട്, ആത്മാവിന്റെ മനസ്സിന്റെ പ്രത്യേകത, it always pleases God. The second peculiarity of the mind of the Spirit is that it always pleases God. ആത്മാവിന്റെ മനസ്സിന്റെ പ്രത്യേകത ജീവനും സമാധാനവും. The mind of the Spirit is peace and freedom. ചിലർക്ക് സമാധാനമേ ഇല്ല. Some people do not have peace at all. ചിലരുള്ള സമാധാനം കൂടി ഇല്ലാതാക്കുന്നവരാ. Some people are people that dim the peace that is already there. എന്നാ കാര്യം അറിയാമോ? The reason for that, വേറെ സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. they are operating in a different system. നിന്റെ അകത്ത് ജീവന്റെ ആ പ്രമാണം വ്യാപരിച്ചാൽ, If the law of the Spirit works within you, you will start praising God. Amen. രണ്ട്, നീ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും. Secondly, you will be a peace bringer. ഇനിയും 14-ാം വാക്യം വായിച്ചേ. Verse 14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കണ്ടോ, നിന്റെ അകത്ത് പരിശുദ്ധാത്മ പ്രമാണത്തിലാ ജീവിക്കുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മക്കളാകുന്നു. If you are living in the law of the Holy Spirit, you are sons of God. വായിച്ചെടുത്ത വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അവൻ നോക്കിയേ, ആത്മപ്രമാണത്തിന്റെ പ്രത്യേകത ദാസ്യത്വത്തിലായിരിക്കത്തില്ല തുടരുന്നത്. The peculiarity of the law of the Spirit is that you will no longer be continuing in bondage. പുത്രത്വത്തിലായിരിക്കും തുടരുന്നത്. You walk in the spirit of sonship. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand what I'm saying? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന
പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇതെല്ലാം ജീവന്റെ ആത്മാവിന്റെ ഫംഗ്ഷനിങ്ങിന്റെ പ്രത്യേകതയാണ്. These are all the peculiarities of the functionings of the law of the Spirit. ദാസ്യത്വത്തിൽ തുടരത്തില്ല. You no longer walk in bondage. അതുകൊണ്ടാണ് പൗലോസ് നീണ്ട നാളുകൾ സൂര്യനെയും ചന്ദ്രനെയും കാണാതിരുന്നിട്ടും അവൻ ആര് കൂടെ വിശ്വാസത്തിലില്ലെങ്കിലും പൗലോസ് രാത്രിയിൽ ഒരു ദൂതന്റെ ഇടപെടൽ അനുഭവിച്ചത്. That is why even when Paul had not seen the sun or the moon for many days, he was not surrounded by anybody that believed. But in the midst of that, he had a visitation from an എല്ലാം angel. തീരാൻ പോകുവാന്ന് എല്ലാവരും പറയുമ്പോൾ പൗലോസ് എഴുന്നേറ്റ് പറയുകയാണ്, ഈ രാത്രി ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ ഇറങ്ങുന്നു പറഞ്ഞു. പൗലോസേ, അവൻ ഞാൻ നിന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. In the midst of that problem, the angel was revealed to him and said to him that Paul, these problems are coming to an end. ഈ പുത്രത്വത്തിൽ തുടരുന്നവൻ അസാധാരണ ബോൾഡ്നെസ് ആയിരിക്കും. People that walk in the spirit of sonship have an extraordinary confidence. പുത്രത്വത്തിന്റെ ആത്മാവ്. The spirit of sonship. 10ാം വാക്യം ഒന്ന് വായിച്ചേ. 10ാം വാക്യം. Verse 10. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനായി മാറും. അകത്ത് ഈ പ്രമാണം വ്യാപരിച്ച പ്രത്യേകത, ആത്മാവ് നീതി നിമിത്തം ജീവനായി മാറും. 11ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നോക്കിയാണ്, ഇത് മരിച്ചിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. This is not something that happens after you've died. എന്റെ ബൈബിൾ മൂലഭാഷയിലെ ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ബട്ട് ഇഫ് എനിവൺ അതിന്റെ 11ാം വാക്യം, and if the spirit of him who raised Jesus from the dead lives in you, he who raised Christ Jesus from the dead will also give life to your mortal bodies. ഇത് എപ്പോൾ സംഭവിക്കണമെന്ന് അറിയാമോ? When should this happen? ഇപ്പം സംഭവിക്കേണ്ടതാണ്. Right now. നിന്റെ മർത്യയ ശരീരത്തിൽ ജീവൻ പകർന്നുകൊണ്ടിരിക്കും. Life is imparted into your mortal body. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണം പറഞ്ഞതാ. That is what I gave an example last week. ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവദാസൻ ജോൺ ജി ലേക്ക്. A man that was mightily used by God, John G. Lake. മരണം നിഴലാടുമ്പോൾ, even when death was overshadowing him, അകത്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാ വ്യാപരിക്കുന്ന ആത്മാവിൽ തിരിച്ചറിഞ്ഞ മനുഷ്യൻ അതിനെ ജയിച്ചെന്ന്. he conquered that by the understanding that the law of the spirit of life was working within him. ഇന്ന് രാത്രി വെളിപ്പാട് നമ്മുടെ അകത്ത് കത്തട്ടെ. May this revelation be an ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, the law of the spirit of life. ഏതു പ്രതിസന്ധി നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നിനക്കൊരു തിരിച്ചറിവുണ്ടാകണം, എന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിനും എന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രമാണം എൻ്റെ അകത്ത് വ്യാപരിക്കുകയാണ്. അത് ക്രിസ്തുവിൽ വ്യാപരിച്ചതാണ്. അവൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. No matter what problem comes against you, you have the awareness that the law that works within me makes me a conqueror over every problem that I face. പൗലോസ് അധ്യായത്തിൽ മറ്റൊരു കാര്യം പറയുകയാണ്. Paul says something else within the ഈ same chapter. പ്രമാണം വ്യാപരിക്കുന്നത് കൊണ്ട്, because this law is working ഞാൻ ജഡത്തിലാ ജീവിക്കുന്നത്. I live in the flesh. പാപത്തിന്റെ സാധ്യതകളുണ്ട്. There are possibilities for sin. പക്ഷേ ഈ പ്രമാണം എന്നെ ഒരു കാര്യത്തിൽ സഹായിക്കും. But this law helps me in one thing. Habitually putting to death sinful deeds of my body. പാപത്തിന്റെ ധോര നിന്നിൽ പൊങ്ങി വരുമ്പോൾ ഈ ആത്മപ്രമാണം അതിനെ കീഴടക്കാൻ നിനക്ക് ശക്തി പകർന്നു തരും. When the temptations of the flesh come in, this law gives you power to conquer that. 14ാം വാക്യം വായിച്ചേ. Verse 14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഭാഗം വായിച്ച ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, 16ാം വാക്യം, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം. അകത്ത് ഈ പ്രമാണം വ്യാപരിച്ചാൽ, if this law works within you, നീ ബെന്തിക്കോസുകാരനാണോന്നല്ല, it is not that you are a Pentecostal. ഞാൻ ദൈവത്തിന്റെ മകനാണ് ആരും നിനക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. Nobody has to give you a certificate that you are a son of God. ആത്മാവ് താനും നിന്റെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. The spirit itself bears a witness with your own spirit. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me?
പൗലോസ് അതേ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. Paul explains this in the same chapter. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിക്കുകയാണെങ്കിൽ, If you are living in the law, the spirit of life, നീ ദൈവമകനാണെന്ന് ആരും നിനക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. ആത്മാവ് ഉത്ഥാനം നിന്റെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞു. nobody has to give you a certificate that you are a son of God. The spirit itself bears witness with your own spirit. നിന്റെ ജീവിതത്തിനകത്ത് നീ വാലീസിലാണ് തുടരുന്നതെങ്കിലും, You might be walking in the valleys of your life. ഡാർക്കസ്റ്റ് മൂമെന്റ് ആണെങ്കിലും, It might be the darkest moments. അതിനകത്ത് നീ ആരും നിന്നോട് ദൂത് പറയാൻ പ്രവാചകന്മാരോ ദൈവദാസന്മാരോ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, ആത്മാവ് താനും നിന്റെ ആത്മാവോട് സംസാരിച്ചു കൊണ്ടിരിക്കും. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഈ സാഹചര്യത്തിൽ നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് താനും നിന്റെ ആത്മാവോട് സംസാരിച്ചു കൊണ്ടിരിക്കും. The spirit itself bears witness within you. Even though when you are going through problems, the spirit communicates with your spirit and tells you that you have the power to conquer this. അടുത്ത വാക്യം പൗലോസ് പറയുകയാണ്, നാം മക്കളെങ്കിലോ അവകാശികളും ദൈവത്തിന്റെ അവകാശികളെ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. എന്നാ ഭയങ്കരവാ. സ്തോത്രം. നീ അവകാശിയാണ്. ആരെ കുറിച്ചാ പറഞ്ഞത്? Who is this talking about? ആത്മപ്രമാണത്തിൽ നടക്കുന്നവൻ, People that walk in the law, the spirit of ക്രിസ്തുവിന്റെ life. കൂട്ടവകാശി. People that are partakers of 26 Christ. വാക്യം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് ബലഹീനതയെ തുണ നിൽക്കുന്നു. The spirit helps in our വേണ്ടുപോലെ infirmities. പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. വേണ്ടും പോലെ ചിലപ്പോ എന്തോ പ്രാർത്ഥിക്കുന്ന അറിയത്തില്ല, പക്ഷെ ആത്മാവ് നിന്നെ സഹായിച്ചുകൊണ്ടിരിക്കും. We know not what we should pray, but the spirit itself helps us. ഇത് കല്ലിൽ അക്ഷരമായി കൊത്തിവെച്ച പ്രമാണമല്ല, This is not something that is written in the law, അകത്തു പകരപ്പെട്ട ജീവന്റെ ആത്മാവ്. but by the newness of the spirit of life that works within you. രാത്രി കരമുതയ്ക്ക് നന്ദി Can പറഞ്ഞേ. you lift your hands and thank God? 31 വാക്യം. Verse 31. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ഈ പ്രതികൂലമാണ്. പ്രമാണം നിന്റെ അകത്ത് വ്യാപരിച്ചാൽ ആര് നിനക്ക് അനുകൂലമാണോ അനുകൂലമല്ലയോ ഇതൊന്നും വിഷയമല്ല. ഒരാൾ നിനക്ക് അനുകൂലമാണ്, അവൻ ദൈവം നിനക്ക് അനുകൂലമാണ്. ആര് പ്രതികൂലമാണെങ്കിലും അത് വിഷയമല്ല. അകത്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിക്കുന്ന വ്യക്തിയാണോ ആര് പ്രതികൂലമാണ് വിഷയമല്ല. If you are someone that carries the law of life within you, it does not matter who is against you, God is with you. Verse 32. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. നോക്കിയേ, ഈ പ്രമാണം അകത്ത് വ്യാപരിക്കുകയാണ്, ആര് കുറ്റം ചുമത്തത്തില്ല, നീതീകരിക്കുന്ന ദൈവമാണ്. In this, if you walk in this law, nobody should put you to shame, but because it is God that justifies. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നോക്കിയേ, നാമോ നമ്മെ സ്നേഹിച്ചവൻ we are more than conquerors. ആരെ കുറിച്ചാ പറയുന്നറിയാമോ? Who is this talking about? പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്നവനല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ തുടരുന്നവനെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുക, യു ആർ മോർ ദാൻ എ കോൺകറർ. ഇന്ന് രാത്രി അകത്ത് ദൈവകൃപയുള്ളവർ ഒന്ന് തുറന്ന് മേക്ക് എ ഡിക്ലറേഷൻ ടുനൈറ്റ്, ഐ ആം മോർ ദാൻ എ കോൺകറർ. എന്തുകൊണ്ടെന്നറിയാമോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്റെ അകത്ത് വ്യാപരിക്കുക. Declare to yourself that you are more than a conqueror, because it is the spirit of the law of life that is working within me. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വരുമ്പോൾ, as I was meditating on this, ഈ കഴിഞ്ഞ പ്രഭാത ദൈവനെ എസെക്കിയേൽ പ്രവചനം 37 അധ്യായത്തിൽ കൊണ്ടുപോയി. the spirit of the Lord took me to the book of Ezekiel chapter 37. അവിടെ മരണത്തിന്റെ പ്രമാണം വ്യാപരിച്ച ഒരു സാഹചര്യം കാണാൻ കഴിയും. that it mentions a situation where the law of sin and death was operating. ഒന്നാമത്തെ വാക്യം വായിച്ചേ. എസെക്കിയേൽ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ ഒരു താഴ്വരയെ കൊണ്ടുപോയി. So the spirit of the Lord has taken the prophet to a valley. കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെ എന്തോ നടക്കുവാ? അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. The valley was full of bones. ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായിരുന്നു. The first Adam was a living soul. അപ്പോൾ ഇപ്പം പ്രവാചകൻ എവിടെ നിൽക്കുന്നേ? So where is the law right now? അസ്ഥി താഴ്വരയ്ക്കകത്താ. It is in the law in a valley full of bones. അപ്പോൾ ഈ അസ്ഥി ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയുടെ ഭാഗമായിരുന്നത്. So these bones were part of someone that was part of the first Adam
ഞാൻ വേഗത്തിൽ നിർത്താൻ തുടങ്ങുക. ഒരു ദൂത് പറയാൻ വരിക. I'm coming to a prophetic word. നോക്കിയേ, ഈ അസ്ഥി ഒരിക്കൽ ആമേൻ ജീവനുള്ള ദേഹിയുടെ ഭാഗമായിരുന്നു. These bones were once part of a living spirit. ഒരിക്കൽ ഇത് ജീവൻ ഉണ്ടായിരുന്നതാ. These bones once had life. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം വ്യാപരിച്ചത് കൊണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിച്ചു? But because the law of sin and death worked, where did they take it? മരണത്തിലേക്ക് അവരെ കൊണ്ടുപോയി. It led them to death. ഇപ്പം സംവത്സരങ്ങൾ കഴിഞ്ഞു, അസ്ഥിയുമായി ബന്ധം നഷ്ടപ്പെട്ടു. Now years have passed and now the valley is full of bones. ഇപ്പം പ്രവാചകൻ കാണുന്നത് dry bones. Now the prophet is seeing dry bones. ഇന്ന് രാത്രി ദൂത് പറയാൻ പോവുക. I'm about to say a prophetic word. ഇന്ന് രാത്രി ഡ്രൈ ബോൺസിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാ. This is a night where the Spirit of God is moving over dry bones. അവിടെ ചിതറിക്കിടക്കുകയാണ്. They are scattered. ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുകയാ. They are nowhere near each other. ഇന്ന് രാത്രി കർത്താവിനോട് പറയുകയാണ്, അവൻ ചിതറിക്കിടക്കുന്ന ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കും. But the Spirit of God is saying that these bones that are dry, the life of God is manifest. ഇത് മനുഷ്യനെ ഫിക്സ് ചെയ്യാൻ ഒക്കത്തില്ല. Man cannot fix this. ചെയ്ത് ഫിക്സ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. There is only one way to fix this. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കണം ഈ വിഷയത്തിൽ. The Spirit of God must work within that. അടുത്ത വാക്യം വായിച്ചേ. Next verse. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്രയാ. അപ്പോൾ നോക്കിയേ, ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി, the most dry bones. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. When I was meditating upon that, I understood. ഏറ്റവും അധികം അസ്ഥിയുടെ കൂട്ടം, അസ്ഥി താഴ്വരയാ. It was a valley of dry bones. അവിടെ നല്ല ദുർഗന്ധമുള്ള ഒരു സ്ഥലമാണ്. It is a dark place. ദുർഗന്ധമുള്ള സ്ഥലം. It is a dark place. പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. From the outside they have everything. അകത്തെവിടെയോ ദുർഗന്ധം But വമിക്കുക. inside it's a deadly situation. ജീവൻ നഷ്ടപ്പെട്ടു. Life has been ഏറ്റവും ഉണങ്ങിയിരിക്കുകയാണ്. They are the dry. കർത്താവ് ഇന്ന് രാത്രി പറയുകയാ, But the Spirit of God is saying, ജീവൻ പകരാൻ പോകുകയാ. the law of life is ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ജീവൻ ദൈവം പകരും. the life of God is being imparted in some situations. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. ചില വിഷയങ്ങളുടെ മേൽ അവൻ ജീവൻ പകരുമെന്ന്. God is imparting life. മൂന്നാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഈ ജീവിക്കുമോ? അസ്ഥി ജീവിക്കുമോ? Can these bones live? അതിന് ഞാൻ കർത്താവായ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യപുത്ര ഈ അസ്ഥി ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയാമേല. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചാൽ ഇതിന് ജീവൻ വരും. If you prophesy to these bones, they will have life. നോക്കേ, അവൻ ചിതറിക്കിടക്കുന്ന അസ്ഥി. These bones are scattered. അത് ബന്ധങ്ങളാകാം. They are bound. ജീവിതത്തിന്റെ മേഖലകളെ ആയിരിക്കാം ദൈവം വിശദീകരിക്കുന്നത്. It might be talking about the situations of life. ഇതിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ പോകുകയാണ്. But the Spirit of God is about to prophesy to these bones. പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ when he starts to prophesy, ചിതറിക്കിടക്കുന്നതാണെങ്കിൽ, even if they are scattered, ദുർഗന്ധം വമിക്കുന്നതാണെങ്കിൽ, even if they are deadly, തകർച്ചയുടെ താഴ്വര കിടക്കുന്നതാണെങ്കിൽ, even if they are in the valley of ദൈവത്തിന്റെ ജീവൻ അതിന്മേൽ വരും. the life of God is coming upon that. രാത്രി പറഞ്ഞേ, can we say amen? അടുത്ത 1 നിമിഷങ്ങൾ അന്യഭാഷകളിൽ ദൈവത്തോട് രാത്രി സംസാരിച്ചാട്ട യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ചിതറിക്കിടക്കുന്ന ബന്ധം അറ്റുപോയ ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ ഇന്ന് രാത്രി വ്യാപരിക്കും. The life of God is being manifest in some things. അടുത്ത വാക്യം വായിച്ചേ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. യഹോവയായ കർത്താവേ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആദ്യം പ്രവാചകൻ ഏതിനോടാ പ്രവചിക്കുന്നത്? അസ്ഥിയോട് പ്രവചിക്കുക. So this man of God is prophesying to the bones. ഉണങ്ങിയ അസ്ഥിയെ, these dry bones, വചനം കേൾപ്പി. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. I will breathe into you. വായിച്ചേ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ജീവിക്കേണ്ടതിന് ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും.
അപ്പം ജീവൻ വ്യാപരിക്കണമെങ്കിൽ, ഛായയും ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ശ്വാസം വ്യാപരിക്കാൻ തുടങ്ങണം. For this life or this chayim to be working in your life, you must have the breath of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശ്വാസം ചിലതിന്റെ മേൽ വരട്ടെ. ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന, ജീവനറ്റുപോയ, ദുർഗന്ധം വമിക്കുന്ന, പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും അകത്തു ദുർഗന്ധം വമിക്കുന്ന, ചിതറിക്കിടക്കുന്ന, ജീവനറ്റുപോയ ചിലതിന്റെ മേൽ ദൈവം പറയുകയാണ്, ഞാൻ എന്റെ ശ്വാസത്തെ അയക്കുമെന്ന്. In these problems that are deadly in your life, once the Spirit of God has breathed upon that, it will be the law of the Spirit that works within you. അടുത്ത വാക്യം വായിച്ചേ. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. കണ്ടോ, നോക്കിയോണേ, ഇത് ചലിക്കണമെങ്കിൽ മനുഷ്യന്റെ കരം കൊണ്ട് ഒക്കുകയില്ല. For these bones to be moved, it will not happen by the hand of man. ഇത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ചാലേ ഒക്കത്തുള്ളൂ. It can only happen if the life of God works within us. ചിതറിക്കിടക്കുന്ന അസ്ഥി ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. Once I started prophesying, these bones that were scattered became bone to bone. ഇതിനെ ഈ പരുവത്തിലാക്കിയത് ആരാന്നറിയാമോ? How did this happen? ഒരു മരണത്തിന്റെ ശക്തിയാ. It happened by the power of death. ഈ അസ്ഥിയുടെ താഴ്വരയിൽ ഉണ്ടായതിന്റെ കാരണം ഒരു മരണത്തിന്റെ ശക്തി വ്യാപരിച്ചതാ. For the valley of death to even come, it is the power of the മരണത്തിന്റെ ശക്തിയുടെ പിൻപിൽ വ്യാപരിച്ചത് ആരാന്നറിയാമോ? മരണത്തിന്റെ അധികാരിയാ. The person that worked behind the spirit of death is the authority of death, being the devil. പക്ഷേ ദൈവം പറയുകയാണ്, but the Lord is saying, ഈ അസ്ഥി ഇവിടെ കൊണ്ട് തീരാൻ ഞാൻ സമ്മതിക്കുകയില്ല. I will not let these bones finish there. അവൻ വിളിയുണ്ട്, വാഗ്ദത്തമുണ്ട്, നിയോഗമുണ്ട്. ഇത് ചിതറിക്കിടക്കാൻ, ഇത് തകർച്ചകളിൽ തുടരാൻ, ഇത് മരണത്തിന്റെ ശക്തിയുടെ സ്വാധീനത്തിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ എന്റെ ശ്വാസത്തെ ഇതിന്മേൽ അയക്കും. You have a calling by God. I will not let you be dry like that. My life is coming upon you. ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി ജീവൻ വ്യാപരിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the name of Jesus. May life be manifest over the families that are here. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ ഈ ദൂത് ഇന്ന് രാത്രി തിരിച്ചറിയാൻ കഴിയുന്നവർ ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ചിതറിക്കിടക്കുന്ന അവസ്ഥകൾ ഇന്ന് രാത്രി മാറട്ടെ. അതിന്റെ ജീവിതത്തെ വിട്ട് ഇന്ന് രാത്രി അണിയുന്ന രാത്രിയാകട്ടെ. May every problem that has been tormenting you disappear from your life this night. ചില സാഹചര്യത്തിന്റെ പിൻപിൽ കാരണമുണ്ട്. There are reasons for some problems that you face. ഇന്ന് രാത്രി ദൂത് പറയുക, ചില സാഹചര്യങ്ങളുടെ പിൻപിൽ കാരണങ്ങളുണ്ട്. There are reasons for the problems that you face. എന്നാ കാര്യം അറിയാമോ? What is the reason? മരണത്തിന്റെ അധികാരിയായ പിശാച്, the authority of death being the devil. നിന്റെ അകത്ത് വ്യാപരിക്കേണ്ടതിനെ നീ പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാതെ വെച്ചിരിക്കുക. This authority is preventing you from receiving what you should receive. തമ്പുരാൻ നോക്കുമ്പോൾ ഈ അസ്ഥിയെ കുറിച്ച് ദൈവം നോക്കുമ്പോൾ വിളി പൂർത്തീകരിച്ചിട്ടില്ലെന്ന്. When God is looking at these dry bones, they have not fulfilled their calling. ഇത് ഈ താഴ്വരയ്ക്കകത്ത് കിടക്കാൻ കാരണം വ്യാപരിച്ചൊരു മരണശക്തിയാ. But the reason for them to be in this valley is because of the power of death. ഇന്ന് രാത്രി മരണശക്തികൾ അഴിയട്ടെ. Tonight may every power of death be loosened. മരണത്തിന്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ. Every power of death be യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the mighty name of Jesus. ഹല്ലേലൂയ. നോക്കേ, പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വായിക്കുന്നത് എന്താണ്? അസ്ഥിയോട് വന്ന് ചേർന്നു. As the prophet started to prophesy, the Bible says the bones came together, bone to his bone. അവയുടെ മേൽ ഈ അസ്ഥി ജീവിക്കുന്ന ആരും പറയത്തില്ല. Nobody will say that these bones will ever live again. അസ്ഥിയോട് വന്ന് ചേർന്നു. Bone came to bone. കറക്റ്റ് ലൊക്കേഷനിലാണ് വന്ന് ചേർന്നത്. It is a correct location. ഈ ദൈവം ഒരു കാര്യം ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നത്?
This is when God does something, this is how he does it. ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ എനക്കുള്ളൂ. Only the Holy Spirit can do this. ഈ കൈയുടെ അസ്ഥി കാലെ ഫിറ്റ് ചെയ്ത നല്ല വായിക്കുന്നത്. The Bible does not say that the bones of the foot was the bones ഇന്ന് of രാത്രി the arm. ചിലത് കറക്റ്റ് ലൊക്കേഷനിൽ വീഴും. Some bones are coming to the right location on the body. ഡിസ്കണക്ട് ആയി കിടക്കുന്നത് ഇന്ന് രാത്രി കണക്ട് ആകുമെന്ന് ആത്മാവ് ഇടപെടുക. Some things that were disconnected are being connected tonight. നീയുമായി കണക്ട് ആകേണ്ടത് ദൈവാത്മാവിനാൽ കണക്ട് ആകും. The things that should connect to you by the Spirit of God, it is connected. സഭയുമായി കണക്ട് ആകേണ്ടത് ദൈവാത്മാവിനാൽ കണക്ട് ആകും. Those that should be connected to this church by the Spirit of God, they will be connected. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. നിന്നോട് വന്നു ചേരേണ്ടത് നിന്നോട് വന്നു ചേരും. The things that should come with you will join with you in Jesus' ഇന്ന് രാത്രി name. ഡിസ്കണക്ട് ആയി കിടക്കുന്ന മേഖലകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി പരിഹരിക്കും. The Spirit of God is solving everything that is disconnected in your അത് life. മനുഷ്യനെ കൊണ്ടൊക്കത്തില്ല. It will not happen by the power of man. കുടുംബക്കാരെ കൊണ്ടൊക്കത്തില്ല. It will not happen with your family. ദൈവത്തിന്റെ ശ്വാസം വരട്ടെ. It can only happen by the breath of ദൈവത്തിന്റെ God. ജീവൻ വ്യാപരിക്കട്ടെ. May the life of God manifest. മരണശക്തി അഴിയട്ടെ. Every power of death be loosened. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. അസ്ഥിയോട് വന്ന് ചേർന്നു. Bone came together, bone to his bone. പൗലോസ് പറഞ്ഞ പദം മറക്കല്ലേ. Don't forget what Paul said. Thanks be to God. ഇത് മനുഷ്യനെ കൊണ്ട് ഒക്കത്തില്ല. This will never happen by man. അടുത്ത വാക്യം വായിച്ചേ. Next verse. അവയുടെ മേൽ ഞരമ്പും അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും ആ. അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. കണ്ടോ, സംഭവിക്കേണ്ടതെല്ലാം വന്നു കഴിഞ്ഞു. Everything that should have happened. അവൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിച്ചാൽ ഇതാ നടക്കുന്നത്. So this is what happens when the law of the Spirit of life works within you. ഇന്ന് രാത്രി ദൂത് പറയാൻ പോവാ. I'm about to say a prophetic word. നിന്റെ അകത്ത് ജീവന്റെ ആത്മാവിന്റെ എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. I don't know how long this will take. ഇത് ഒരാൾക്ക് വേണ്ടിയാണെന്ന് ഇത് പറയുക. But I'm saying it even if it is just benefiting one person. നിന്റെ അകത്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിച്ചാൽ, If this law of the Spirit of life works within you, നിന്റെ മുഖത്തൊരു മുഖക്കുരു പോലും വരികയില്ല. there will not even be a pimple on your face. ഞാൻ പറഞ്ഞത് മനസ്സിലായി. നിന്റെ അകത്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിച്ചാൽ അവൻ ഹല്ലേലൂയ നിന്റെ ശരീരത്തിന്റെ ത്വക്കിനൊരു കേട് പോലും വരികയില്ല. If the law of the Spirit of life works within you, there will be no imperfections on your അതാ body. ദൈവശക്തിയുടെ പ്രത്യേകത. That is the peculiarity of the power of ഇന്ന് God. രാത്രി കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. May the life of God manifest over the families that are here. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus. something is happening tonight. Amen. ദൈവം എന്തോ ഇന്ന് രാത്രി ചെയ്യുകയാണ്. God is doing something tonight. യേശുവിൻ നാമത്തിൽ. അവ മാംസം വന്നു, ഞരമ്പ് വന്നു, ത്വക്കും വന്നു. അടുത്ത വാക്യം. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. ശ്വാസമില്ല. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം. കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന്. ശ്വാസമേ, ശ്വാസം എന്ന് കൊടുത്തിരിക്കുന്നത് അത് ബ്രത്ത് എന്നാ കൊടുത്തിരിക്കുന്നത്. The word given for wind is breath there. അതേ പദമാ ഉൽപ്പത്തി 2 വായിക്കുന്നത്. It is the same word that is mentioned in Genesis The chapter breath 2. of life. Amen. Chai. ശ്വാസമേ. Oh breath. ആമേൻ, ഹല്ലേലൂയ. ശ്വാസമേ ഇതിന്മേൽ ഊതുക. Oh breath, breathe upon these. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? മനുഷ്യനെ ദൈവം മണ്ണ് കൊണ്ട് മെനഞ്ഞുണ്ടാക്കി. God sculpted man with the earth. ജീവനുള്ള ദേഹിയായില്ല. It was not a body that had life. ദൈവം ജീവശ്വാസം ഊതി. And God breathed the breath of life. ഇവിടെ അതേ പദം പരിശുദ്ധാത്മ പറയുക, ശ്വാസമേ അവൻ ഇവർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക. It is the same statement mentioned here. Oh breath, breathe upon these that they may live. അടുത്ത വാക്യം വായിച്ചേ. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഇവർ ജീവിക്കേണ്ടത് ഇവരുടെ മേൽ ഊതുക. അടുത്ത വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ശ്വാസം അവരിൽ വന്നു. ശ്വാസം അവരിൽ വന്നു എന്ന് പറഞ്ഞാൽ ലൈഫ് അവരുടെ മേൽ വന്നു. In other words, life came upon him.
അവിടെ വാക്യം എങ്ങനെയാണ്? മരണത്തിന്റെ ശക്തികൾ വേട്ടയാടി ചിതറിപ്പോയതിന് മേൽ ദൈവത്തിന്റെ ശ്വാസം വന്നെന്ന്, ദൈവത്തിന്റെ ജീവൻ വന്നെന്ന് ആത്മാവിൽ പ്രതികരിക്കാൻ കരുത്തുള്ളവർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രതികരിക്കുക. നിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ വരട്ടെ. മരണശക്തികൾ നിന്നെ വിട്ട് രാത്രി അഴിയട്ടെ. May the law of life come upon you, and may every chain of death be loosened from your body. നീ കണ്ട ചില പരാജയങ്ങളുടെ പിന്നിൽ വ്യാപരിച്ചത് മരണശക്തിയാ. Every failure that you face is caused by the power of ഇന്ന് രാത്രി death. ജീവൻ വ്യാപരിക്കട്ടെ. May life be manifest. ജീവൻ വ്യാപരിക്കട്ടെ. May life manifest. അവിടെ നോക്കിയേ, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. They stood upon their feet and became an exceeding great army. സമയം പോകും. അടുത്ത ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു നിർത്താം. വായിച്ചാട്ടെ. അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. കണ്ടോ? Our bones are dried and our hope is lost. വിശദീകരിക്കേണ്ട ഭാഗമാണ്. These are things I should be explaining. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. Our hope is lost. ഞങ്ങളുടെ അസ്ഥി ഉണങ്ങി. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയും. ഇതിന്റെ പിന്നിൽ വ്യാപരിച്ചൊരു പ്രമാണം. There is a law that caused this. മരണത്തിന്റെ പ്രമാണം. The law of death. പക്ഷേ ഇവിടെ തമ്പുരാൻ വേറൊരു കാര്യം ചെയ്യുക. But here the Lord is doing something different. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. The law of spirit of life is what he imparted here. സൈന്യമായി എഴുന്നേറ്റ് നിന്നു. They rose up as an exceeding great army. എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നു. Can we stand up in the presence of God? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറഞ്ഞു. അടുത്ത വാക്യം മീഡിയ 12 വാക്യം, മീഡിയ 12 വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന്, ഈ ദൂതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന് എന്ന് പറഞ്ഞാൽ അവൻ ദുർഗന്ധം വമിക്കുന്ന മരണശക്തികൾ വേട്ടയാടിയ ശവക്കുഴികളെ തുറക്കുമെന്ന് അവൻ, ഹല്ലേലൂയ, മരണത്തിന്റെ പ്രമാണം വ്യാപരിച്ചെടുത്ത് ദൈവം പറയുകയാണ്. അവൻ, ഹല്ലേലൂയ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഞാൻ എന്റെ ശ്വാസം അവൻ നിങ്ങളുടെ മേൽ വരുത്തുമെന്ന്, ഞാൻ നിങ്ങളുടെ ശവക്കുഴിയെ തുറക്കും. In every place where the law of death was manifest, once the law of life comes within you, the Lord will open your graves. ഭാഷകളിൽ ദൈവത്തോട് നിരാത്രി സംസാരിച്ച് ശവക്കുഴികളെ നിരാത്രി ദൈവം തുറക്കുമെന്ന് നീ അടച്ച വിഷയമാണ്. പിശാച് അടച്ച് അവൻ ലോക്കിട്ടതായിരിക്കാം. ഇന്ന് രാത്രി ജീവൻ വ്യാപരിക്കും, ജീവൻ വ്യാപരിക്കുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. God is opening your graves which the devil might have locked over you, but God is opening that. ദൈവം പറയുകയാ, ഞാൻ നിന്റെ ശവക്കുഴിയെ തുറക്കും. God is saying, I will open their graves. പുറമേ നീ ചിരിക്കുന്നുണ്ട്, You will be weakened from the outside. ആകമേ ശവക്കുഴിക്ക് സമാനമായ സാഹചര്യം. But within you there is a situation where there is an open grave within you. ദൈവം പറയുകയാ, But the Lord is saying, ഇന്ന് രാത്രി ദൈവം മാറ്റം വരുത്തും. tonight God is changing that. ഞാൻ നിന്റെ ശവക്കുഴിയെ തുറക്കും. I will open your grave. ഹല്ലേലൂയ. നിങ്ങളുടെ ശവക്കുഴികളിൽ നിന്ന് ഞാൻ നിങ്ങളെ കയറ്റും. I will lift you up out of your graves. ഇസ്രായേൽ ദേശത്ത് നിന്റെ വാഗ്ദത്തത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. And I will bring you into your promised land. 14 വാക്യം, മീഡിയ 14 വാക്യം. ഇതെങ്ങനെ സംഭവിക്കുമെന്നറിയാമോ? നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. നോക്കേ, and shall put my spirit in you. ഇതെങ്ങനെ ഒക്കുമെന്നറിയാമോ? ശവക്കുഴി തുറന്ന് നിന്നെ ജീവിപ്പിച്ച് നിന്നെ വാഗ്ദത്തങ്ങളിൽ കയറ്റാൻ എങ്ങനൊക്കെ എന്നറിയാമോ? I will put my spirit in you. ജീവിക്കാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. I will put my spirit in you. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. And I will place you in your own land. അടുത്ത വാദം ശ്രദ്ധിച്ചോണേ. Pay attention to the next statement. മോനെ 14 വാക്യം തന്നെ. 14 Verse 14. യഹോവയായ ഞാൻ 14 വാക്യം. Verse 14.
യഹോവയായ ഞാൻ അരുളി ചെയ്തു, You shall know that I, the Lord, have spoken it, നിവർത്തിച്ചുമിരിക്കുന്നു. and I have performed it. കർത്താവിന്റെ വചനത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. This is how special the word of God is. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ Once God has said something, അടുത്ത ഓണത്തിന് നടക്കുമെന്നല്ല. it is not that it will happen in the next 10 ദൈവം ഒരു കാര്യം years. വെളിപ്പെടുത്തിയാൽ Once God has said something, ഞാനത് നിവർത്തിച്ചിരിക്കുന്നു. I will perform it. കണ്ണുകളൊക്കെ അന്യഭാഷക ദൈവത്തോടും സംസാരിച്ചാട്ടെ. Can we close our eyes and pray? സമയം പോയെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്ത് എന്തോ ഒന്ന് ചെയ്യുകയാണ്. I know we have run out of time, but ഞാൻ God is നിന്റെ doing something. ശവക്കുഴിയെ തുറക്കുമെന്ന് രാത്രി. I will open your grave ഞാൻ tonight. നിനക്ക് ജീവൻ പകരുമെന്ന്. I will impart life into your ഇതെങ്ങനെ body. സംഭവിക്കും? നീ പുറമെ ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ അയക്കുമെന്ന്, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ വെക്കുമെന്ന്, ഞാൻ ശ്വാസത്തെ നിന്റെ മേൽ അയക്കുമെന്ന്, നീ ഒരു സൈന്യമായി എഴുന്നേൽക്കുമെന്ന്, പ്രത്യാശക്ക് ഭംഗം വന്നെന്ന് പറഞ്ഞെടുത്ത് നീ ഒരു സൈന്യമായി എഴുന്നേൽക്കും. In every place where you had lost hope, you are rising up as an exceeding great army. അതാ ഈ പ്രമാണത്തിന്റെ പ്രത്യേകത. That is the speciality of this law. ഈ പ്രമാണം അകത്ത് വ്യാപരിച്ചാൽ Once this law works within you, ശവക്കുഴി കൊണ്ട് തീരുകയില്ല. you will not be finished in the grave. ഞാൻ നിന്റെ ശവക്കുഴിയെ തുറന്ന് God is opening your grave, നിന്റെ ശവക്കുഴിക്ക് അതിനെ പുറത്തെടുക്കും. and He is lifting you up out of your ഇന്ന് grave. രാത്രി ദൈവം എന്തോ ഇതിനകത്ത് ചെയ്യുന്നു. God is doing കർത്താവ് something. എന്തോ ഇന്ന് രാത്രി ഇതിനകത്ത് God ചെയ്യുകയാണ്. is doing something here. പ്രത്യാശയ്ക്ക് ഭംഗം വന്നുപോയ ചില വിഷയങ്ങളുടെ മേൽ ഞാൻ എന്റെ ശ്വാസത്തെ അയക്കും. In every situation where you had lost hope, I will breathe upon it. നിന്റെ മേൽ ജീവൻ വ്യാപരിക്കും. Life will be working within നീ you. ഒരു സൈന്യമായി മാറും. You become an exceeding യേശുവിന്റെ great അധികാരമുള്ള army. നാമത്തിൽ In the mighty name of Jesus. പ്രാർത്ഥിച്ച് അടുത്തൊരു മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. The next few minutes we are going to pray. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, The law of the spirit of life മരണത്തിന്റെ ശക്തിയെ പൊട്ടിക്കുന്ന പ്രമാണം, will break the law of death. പാപത്തിന്റെ ശക്തിയെ പൊട്ടിക്കുന്ന പ്രമാണം, It breaks the law of death. പരാജയങ്ങളെ തകർക്കുന്ന പ്രമാണം, It breaks every failure. ഡിസ്കറേജ്മെന്റിനെയും ഡിസപ്പോയിന്റ്മെന്റിനെയും അതിജീവിക്കുന്ന പ്രമാണം, It outlives disappointment. നിരാശകളെ മറികടക്കുന്ന പ്രമാണം, It outlives failure. കുറ്റബോധങ്ങളെ ജയിക്കാൻ നിന്നെ സഹായിക്കുന്ന It പ്രമാണം, gives you the power to overcome guilt. ജനത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ ജയിക്കാൻ സഹായിക്കുന്ന പ്രമാണം, It gives you the power to win over sin. അവൻ പ്രാർത്ഥിക്കാൻ നിന്നെ ശക്തീകരിക്കുന്ന പ്രമാണം. It empowers you to pray. പ്രാർത്ഥിച്ചാട്ട് അടുത്തൊരു മിനിറ്റ് അവൻ അതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ ഈ പ്രമാണം വ്യാപരിക്കട്ടെ. രാത്രി ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, the law of the spirit of life in Christ Jesus, ഇതാ നമ്മൾ വ്യാപരിക്കുന്നത്. അവൻ ജീവൻ പ്രാപിച്ച് ഇന്ന് രാത്രി ശവക്കുഴികൾക്കകത്തീന്ന് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അധരമനഘടക ശബ്ദരാദിയാധര പ്രബാല ഉടരമനഘടക ജാലവേദ പ്രമദിനി ഘടക അന്തരപരാജയങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. നിനക്കെതിരെ എഴുതി വെച്ച വിധി എഴുത്തുകൾ ഇന്ന് രാത്രി ആത്മാവിൽ ഉടഞ്ഞു മാറട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നീ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് പറഞ്ഞവർ അവിടെ നിൽക്കുമെന്ന് ആരോട് ഇടപെടുകയാണ്. നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന്, നീ മുന്നോട്ട് പോകത്തില്ലെന്ന് നിനക്കെതിരെ പറഞ്ഞതും നിനക്കെതിരെ എഴുതി വെച്ചതുമായ വ്യക്തികളാകട്ടെ വിഷയങ്ങളാകട്ടെ അത് എഴുതിയവർ അത് പറഞ്ഞവരോട് നിൽക്കും. നീ ആത്മാവിൽ മുന്നോട്ട് പോകും. രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കാം.